നമ്മൾ ആദ്യം പോകുന്നത് ആർ വി രാജേഷിലേക്കാണ്. ആർ വി രാജേഷ്, നമ്മുടെ രാജ്യത്തെ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പിന് രണ്ടാം ഘട്ടത്തിന് ഇനി 4 നാൾ മാത്രം, അഥവാ ഇനി 3 പകലുകൾ മാത്രമേ ഉള്ളൂ. കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ നിശബ്ദ പ്രചരണം നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അവസാനിക്കും. അവസാന ലാപ്പിൽ ഓടിയെത്തുമ്പോൾ വി ജോയ് ഉയർത്തുന്ന വെല്ലുവിളി, വി മുരളീധരൻ ഉയർത്തുന്ന വെല്ലുവിളി എങ്ങനെയാണ് അടൂർ പ്രകാശ് മറികടക്കുക? എന്താത്മവിശ്വാസത്തിൽ? വലിയ ആത്മവിശ്വാസത്തിലാണ് ഈ തെരഞ്ഞെടുപ്പില് അടൂർ പ്രകാശും UDF നേരിടുന്നത്. കാരണം കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ MP എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, പാർലമെന്റിനകത്തായാലും പുറത്തായാലുമുള്ള ഇടപെടലുകൾ, എല്ലാം ഉപരിയായി ഈ രാജ്യത്തൊരു മതേതര ഗവൺമെൻറ് ഉണ്ടാകണമെന്ന് മതേതര ചിന്തയുള്ള, ഏറ്റവും കൂടുതൽ മതേതര വിശ്വാസികളുള്ള ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നു. ഇത് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അടൂർ പ്രകാശ് വീണ്ടും ഒരിക്കൽ കൂടി ഈ നിയോജകമണ്ഡലത്തിന്റെ MP ആയി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ സകല മുക്കിലും മൂലയിലും CPM-ന്റെ പാർട്ടി മെഷീനറി ഉഷാറായി പ്രവർത്തിക്കുകയാണ്. നിങ്ങൾ അതിനെ എങ്ങനെയാണ് അതിജീവിക്കാൻ പോകുന്നത്? അപ്പൊ ആരോട് ഇത് പറഞ്ഞാൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടി മിഷണറി ഒന്നും ഇവിടെ ഇല്ല. ജില്ലാ സെക്രട്ടറി നേരിട്ട് കളത്തിൽ അല്ല, കഴിഞ്ഞ തവണ ഏറ്റവും പ്രബലനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു മത്സരിച്ചത്, ശ്രീ A. സമ്പത്ത്. അദ്ദേഹം ഇവിടെ എത്ര തവണ MP ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഇവിടെ ഉണ്ടായിരുന്ന സ്വാധീനം, ആ സ്വാധീനമൊന്നും എന്തായാലും ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്ക് ഇല്ല. അങ്ങനെ സ്വാധീനമുണ്ടായിരുന്ന A. സമ്പത്തിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇവിടെയുള്ള കഴിഞ്ഞ കുറെ നാളുകളായിരുന്ന LDF-ന്റെ ഒരു ആധിപത്യത്തെ മാറ്റിമറിച്ചുകൊണ്ടാണ്. പോയ വർഷം രാഹുൽ ഗാന്ധിയുടെ വരവ്, പ്രധാനമന്ത്രിയാകുമെന്നുള്ള പ്രതീക്ഷ, ഒപ്പം അയ്യപ്പൻ തുണച്ചു, വിശ്വാസം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഇത്തവണ അതൊന്നുമില്ല. ഇപ്പൊ അതിനേക്കാൾ കൂടുതലാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് കൂടുതൽ ജനങ്ങൾ ഉറപ്പിച്ചു പറയുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. കാരണം രാജ്യത്തൊരു മതേതര ഗവൺമെന്റ് ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത എല്ലാ വിഭാഗം ജനങ്ങളും, അത് ഇന്ത്യ മുന്നണിയിൽ നിങ്ങളോടൊപ്പം സഹകരിക്കുന്ന CPM പറയുന്നു രാഹുൽ ഇടതുപക്ഷക്കാർ പോലും രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് ഈ രാജ്യത്ത് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും, അവർ പരസ്യമായി പറയുന്നില്ലെങ്കിൽ പോലും ഇടതുപക്ഷക്കാരുടെ മനസ്സിലുണ്ട് ആ ഒരു ചിന്ത. എങ്ങനെയാണ് അടൂർ പ്രകാശിനെ മറികടക്കാൻ പോകുന്നത് എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇരട്ടി ഭൂരിപക്ഷത്തിൽ അടൂർ പ്രകാശ് കയറിപ്പോകുമെന്നാണ്. വി ജോയിയുടെ സംഘടനാ തന്ത്രത്തിന് കഴിയുമോ അടൂർ പ്രകാശിനെ മറികടക്കാൻ? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ മണ്ഡലത്തിൽ അറിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഞങ്ങൾ ഉയർത്തുന്നത്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് അഡ്വക്കേറ്റ് വി ജോയ് വലിയ അഡ്വാൻറ്റേജോടുകൂടിയാണ് ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. 1,25,302 വോട്ടിൻ്റെ ഭൂരിപക്ഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലുണ്ട്. കഴിഞ്ഞ ഈ മണ്ഡലത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ വർക്കല രാധാകൃഷ്ണൻ, A. സമ്പത്ത്, സുശീല ഗോപാലൻ, ഒരു ഇടതുപക്ഷ നിലവാരം, എപ്പോഴും ഇടതുപക്ഷത്തോടൊപ്പം അനുഭാവം പുലർത്തിയ ഒരു മണ്ഡലമാണ് ഈ ആറ്റിങ്ങൽ മണ്ഡലം. തീർച്ചയായിട്ടും ആ ഒരു കാലം മാറ്റി നിർത്തി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പെർഫോമൻസ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ വളരെ ആധികാരികമാണ്. മാത്രവുമല്ല, വികസനമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഏറ്റവും പ്രധാനം സാധാരണക്കാരൻ്റെ മക്കൾ ആശ്രയിക്കുന്ന സ്കൂളുകളിലെ കമ്പ്യൂട്ടർ ലാബ് വിവരാവകാശ പ്രകാരം എടുത്തതാണ്. ആദ്യം ദേശീയ വിഷയത്തിൽ എൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരം വേണം. നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കേരളത്തിന് പുറത്ത് മത്സരിക്കുമ്പോഴും കേരളത്തിനുള്ളിൽ നിങ്ങൾ 2 വ്യത്യസ്ത ചേരികളിലെ മത്സരിക്കുന്നു, ശരി. പക്ഷെ അപ്പോഴും ഒരു പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങൾ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതേയില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഇന്ത്യ മുന്നണിയുടെ പ്രസക്തി നഷ്ടപ്പെടുത്തുന്നത് രാഹുൽ ഗാന്ധിയാണ്. 1 മിനിറ്റ് എനിക്ക് വേണം. വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ വന്നയാളാണ് രാഹുൽ ഗാന്ധി. ജനാധിപത്യ ധ്വംസനത്തിന്റെ മാർക്കറ്റിൽ വർഗീയതയുടെ മൊത്ത കച്ചവടക്കാരനായിട്ടുള്ള നരേന്ദ്രമോദിയോട് ഇപ്പോൾ യാചിക്കുകയാണ് മതനിരപേക്ഷതയുടെ, ഭരണഘടനയുടെ, ജനാധിപത്യത്തിന്റെ കാവലാളായിട്ടുള്ള പിണറായിയെ അറസ്റ്റ് ചെയ്യാൻ. ഇതിലൂടെ രാഹുൽ ഗാന്ധി തനിക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു നേതാവാകാനുള്ള പക്വതയും പാകതയും ഇല്ലെന്ന് അടിവരയിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്.